ഗുഡ് മോർണിംഗ് ഓൾ. പ്ലസ് ടു മാത്തമാറ്റിക്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ 2 ചാപ്റ്ററുകളായി നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെറിവേറ്റീവും അതിൻ്റെ ആപ്ലിക്കേഷൻസുമായിരുന്നു, അതായത് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഇന്ന് നമ്മൾ അതിനെ തുടർന്ന് വരുന്ന അതിൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സായ പുതിയ ഒരു ഓപ്പറേഷനെക്കുറിച്ച് അതിൻ്റെ കാൽക്കുലസാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്പർ 7 ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽസ് ഇവിടെ തുടങ്ങുന്നതോടുകൂടി ഇൻ്റഗ്രൽ കാൽക്കുലസ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. അടിപൊളി ചാപ്റ്ററാണ്. അതീവ ഗൗരവത്തോടെ ഹയർ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഫിസിക്സിലും മാത്തമാറ്റിക്സിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വിശേഷണങ്ങൾ ഇനിയും ഏറെ പറയാനുണ്ട്. ഞാൻ കൂടുതലൊന്നും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ കാൽക്കുലസിന് അടിസ്ഥാനശിലയിട്ട, കാൽക്കുലസിന് തുടക്കം കുറിച്ച മഹാരഥന്മാരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ തുടങ്ങാം. സർ ഐസക് ന്യൂട്ടണും ഗോട്ട്ഫ്രീഡ് വില്യം ലെബനീസും, ഇവരെ കൂടാതെ ഡി ഫെർമ, ബർണൂലി തുടങ്ങിയ 100 കണക്കിന് പ്രഗത്ഭരുടെ അക്ഷീണ പ്രയത്നം കൊണ്ടാണ് നാം ഇന്ന് കാണുന്ന കാൽക്കുലസ് ഈ രൂപത്തിലെത്തിയിരിക്കുന്നത് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നമുക്ക് തുടങ്ങാം. മുമ്പ് നാം പഠിച്ച ഡെറിവേറ്റീവിലെ 1-2 ചോദ്യങ്ങൾ വെച്ച് നമുക്ക് ചാപ്റ്റർ ആരംഭിക്കാം. നോക്കൂ, എന്താണ് d/dx ഓഫ് എസ് ക്യൂബ്? എസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എല്ലാവർക്കും അറിയാം, 3x². എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ആണ് എന്നുള്ളത് നമുക്ക് തിരിച്ച് പറയാനുള്ള മാർഗത്തിൻ്റെ പേരാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് 3x² ഇൻ്റഗ്രലാണ് എക്സ് ക്യൂബ് എന്ന് പറയാം. 3x² ഇൻ്റഗ്രലാണ് എസ് ക്യൂബ് എന്ന് നാം എഴുതുക ഈ രൂപത്തിലാണ്: ഇൻ്റഗ്രൽ 3x² dx ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇൻ്റഗ്രൽ 3x² dx ഈക്വൽ ടു എസ് ക്യൂബ്. ഇത് ഇൻ്റഗ്രൽ എന്ന് വായിക്കും. 3x², എക്സിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു dxന് നാം എഴുതും ഈക്വൽ ടു എസ് ക്യൂബ്. പല സ്ഥലങ്ങളിലും ഈ dx കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. ഇപ്പോൾ നിങ്ങൾ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ എന്താണോ അവിടെ ആ വേരിയബിൾ വെച്ച് എഴുതുമെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ആണെങ്കിൽ 3x² ഇൻ്റഗ്രലാണ് എക്സ് ക്യൂബ്. മനസ്സിലായല്ലോ? മറ്റൊരു എക്സാമ്പിൾ നോക്കാം. d/dx ഓഫ് സൈൻ എക്സ് എന്താ? കൊസെക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ കൊസെക്സ് dx ഒന്ന് സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ, ഇതൊന്ന് വായിക്കാൻ പഠിക്കണം. ഇൻ്റഗ്രൽ കൊസെക്സ് dx ഈക്വൽ ടു സൈൻ എക്സ്. ഓക്കെ, d/dx ഓഫ് e raised to x ഈക്വൽ ടു e raised to x. തിരിച്ചു വായിക്കൂ, ഇൻ്റഗ്രൽ വായിക്കൂ, e raised to x dx ഈക്വൽ ടു e raised to x. ഓക്കെ, തിരിച്ചു വായിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷനിൽ ഒരു ഫംഗ്ഷൻ കിട്ടിയാൽ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഇൻ്റഗ്രേഷനിൽ ഡെറിവേറ്റീവ് കിട്ടിയാൽ ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കും. ഓക്കെ, ഈ ഫംഗ്ഷന് നമുക്ക് പ്രിമിറ്റീവ് എന്ന് പറയാം, ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയാം, ഇൻ്റഗ്രൽ എന്ന് പറയാം. അങ്ങനെ വ്യത്യസ്ത പേരുകളുണ്ട്. ഓക്കെ, ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയാൻ കാര്യം ഡിഫറൻസിയേഷൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സ് ആയതുകൊണ്ട്. അപ്പോൾ സത്യത്തിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രേഷൻ ഈസ് ദി ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. മനസ്സിൽ വളരെ കൃത്യമായിട്ട് കുറിച്ചു വെക്കേണ്ട ഒരു പോയിന്റാണ്. ഇൻ്റഗ്രേഷൻ ഈസ് ദി ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. നമുക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ചാപ്റ്റർ 7 ഇൻ്റഗ്രൽസ് എഴുതിക്കോളൂ. ഇൻ്റഗ്രേഷൻ ഈസ് ദി ഇൻ്റഗ്രേഷൻ എന്ന് സബ് ഹെഡിങ് കൊടുക്കാം. അതിന് ബ്രാക്കറ്റിൽ ആൻറ്റി ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ്റെ മറ്റൊരു പേരാണ് ആൻറ്റി ഡിഫറൻസിയേഷൻ. അതിൻ്റെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. ഇൻ്റഗ്രേഷൻ ഈസ് ദി ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ ഇൻവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് d/dx ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ തിരിച്ചു പറയൂ, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് dx ഈക്വൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയും.
സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയും. എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇതാണ് ഇതിൻ്റെ നൊട്ടേഷൻ. ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഇതിന് കുറച്ച് എക്സാമ്പിൾ എഴുതാം. നേരത്തെ അപ്പുറത്ത് നമ്മൾ എഴുതിയിട്ടുള്ള എക്സാമ്പിൾ. ഓക്കെ, കളറൊന്നും കൊടുക്കണ്ട, നിങ്ങൾ താഴെ ഇതേപോലെ എഴുതി വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോക്കൂ നിങ്ങൾ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എല്ലാവർക്കും അറിയാം 2x ആണ്. അതുകൊണ്ട് 2xൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എക്സ് സ്ക്വയർ ആണെന്ന് പറയും. 2xൻ്റെ ഇൻ്റഗ്രൽ എന്ന് ഇൻ്റഗ്രൽ 2x dx എന്നാണ് എഴുതുക. ഓക്കെ, ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 എന്താ? 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണല്ലോ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1ഉം ആര് തന്നെ? 2x തന്നെ. അപ്പോൾ 2xൻ്റെ ഇൻ്റഗ്രൽ ആരാ? 2xൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് √5 ആരാ? √5 കോൺസ്റ്റൻ്റ് ആണ്. 2x തന്നെ. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണല്ലോ. അപ്പോൾ 2xൻ്റെ ഇൻ്റഗ്രൽ ആരാ? യെസ്, എ സ്ക്വയർ മൈനസ് √5. കൺഫ്യൂഷനായോ? 2xൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ആൻസറുകൾ കാണുന്നു. ഇതിൽ ഏത് ആൻസർ പറയും? ഏത് ആൻസർ പറഞ്ഞാലും മതി എന്നുള്ളതാണ് സത്യം അല്ലേ? ഇനിയും ഇൻഫിനിറ്റിലി മെനി ആൻസേഴ്സ് നമുക്ക് പറയാം. കാരണം ഇവിടെ ഏത് കോൺസ്റ്റന്റ് എഴുതി കഴിഞ്ഞാലും ഡെറിവേറ്റീവ് കോൺസ്റ്റന്റിൻ്റെത് 0 ആയതുകൊണ്ട് തിരിച്ചു പറയുമ്പോൾ ആ കോൺസ്റ്റന്റ് ഒക്കെ ഇൻ്റഗ്രേഷനിൽ വരും. അതായത് ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 0 എന്നാകാം, എസ് സ്ക്വയർ പ്ലസ് 1 ആകാം, എസ് സ്ക്വയർ പ്ലസ് മൈനസ് √5 എന്നാകാം. കണ്ടോ, ഏത് കോൺസ്റ്റന്റും വരാം. 2xൻ്റെ ഇൻ്റഗ്രൽ പറയുമ്പോൾ എസ് സ്ക്വയറിന് ശേഷം പ്ലസ് ഏത് കോൺസ്റ്റന്റും വരാം. ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഡി ബൈ ഡി എക്സ് ഓഫ്, ശ്രദ്ധിക്കണം നന്നായിട്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി ഒരു കോൺസ്റ്റന്റാ, ഈക്വൽ ടു 2x ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ 2x dx ആരാണെന്ന് പറയാം? എക്സ് സ്ക്വയർ പ്ലസ് സി ആണ് എന്ന് പറയാം. ഈ സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റാ. എന്ത് കോൺസ്റ്റന്റ്? ആർബിട്രറി കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്കതിനെ ജനറൽ ആയിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഓക്കെ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി. അതായത് ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കൂടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. എന്ത് കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആരാണ് കോൺസ്റ്റന്റ്? സി അല്ലേ? എന്ത് കോൺസ്റ്റന്റാ? ആർബിട്രറി കോൺസ്റ്റന്റ്. എന്താ ആർബിട്രറി എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഇഷ്ടാനുസരണം മാറ്റാവുന്ന, തോന്നിയ പോലെ കൊടുക്കാവുന്ന എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ സിക്ക് നിങ്ങൾക്ക് ഏത് റിയൽ നമ്പറും കൊടുക്കാം, ഏത് റിയൽ നമ്പറും കൊടുക്കാം. അതുകൊണ്ടാണ് അതിൽ ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ആർബിട്രറി കോൺസ്റ്റന്റ് സിയുടെ പേര് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു കോൺസ്റ്റന്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡിഫറെന്റ് വാല്യൂസാ, അതായത് എപ്പോഴും എക്സ് സ്ക്വയർ അല്ല ആൻസർ. എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് സ്ക്വയർ പ്ലസ് 3 എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് കേർവ്സ് ആണ്, ഡിഫറെന്റ് ആൻസേഴ്സ് ആണ്. ആൻസർ വ്യത്യസ്തങ്ങളാണ് അല്ലേ? അതുകൊണ്ട് ഡെഫിനിറ്റ് അല്ല ഇതിന്റെ ആൻസർ എന്നതുകൊണ്ട് ഈ ഇന്റഗ്രേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. എന്താ നമ്മൾ പറയുക? ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റ് അല്ലാത്ത ഇന്റഗ്രൽ. ഇൻഡെഫിനിറ്റ് ആണെങ്കിലും ഡെഫിനിറ്റ് അല്ലെങ്കിലും ആൻസറിലുള്ള വ്യത്യാസം കോൺസ്റ്റന്റ് ടേമിൽ മാത്രമേ ഉണ്ടാവൂ, കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവൂ. അതിനെ നമുക്ക് ജനറലായിട്ട് സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യാം. എസ് സ്ക്വയറിൽ വ്യത്യാസം ഒന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പൊ എന്തൊക്കെ മനസ്സിലായി? ആർബിട്രറി കോൺസ്റ്റന്റ് വരാനുള്ള കാര്യം മനസ്സിലായല്ലോ, സി എഴുതാനുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഏത് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും കൂടെ എന്ത് എഴുതണം? പ്ലസ് സി എന്ന് എഴുതണം. ഓക്കെ, സിയുടെ പേരെന്താ? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന ഈ രൂപത്തിലുള്ള ഇന്റഗ്രൽ നമ്മൾ പറയുന്ന പേരെന്താ? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, ഡെഫിനിറ്റ് ഇന്റഗ്രൽ വേറെ ഉണ്ടോ എന്ന്. ഉണ്ട്, അത് നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനം നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെ പേര് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നാണ്. നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചാലോ? എഴുതിക്കോളൂ. അടുത്ത സബ്ഹെഡിങ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ താഴെ എഴുതിക്കോളൂ. If d by dx of capital F of x is equal to small f of x, comma, then we know that d by dx of capital F of x plus c ഒരു constant is also equal to small f of x. c ഉണ്ടെന്ന് കരുതിയിട്ട് ഡെറിവേറ്റീവിൽ മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇന്റഗ്രൽ f of x dx is equal to capital F of x plus c എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്. ഒന്നാമത്തെ നോട്ട് എന്താ? സിയുടെ പേര് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ്. ആർബിട്രറി കോൺസ്റ്റന്റ്, ഇഷ്ടാനുസരണം മാറ്റാവുന്ന കോൺസ്റ്റന്റ്. അതിന്റെ പേരെന്താ? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഓക്കെ, രണ്ടാമത്തെ നോട്ട്, എഫ് ഓഫ് എക്സിന് നമ്മൾ എന്ത് പറയും? ഇന്റഗ്രന്റ്. ഏത് ഫംഗ്ഷനെയാണോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനെ ഇന്റഗ്രന്റ് എന്ന് പറയും. ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, അതിന് ഇന്റഗ്രൽ എന്ന് പറയും. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ പേരെന്താ? ഇന്റഗ്രൽ. വേറെയും പേരുണ്ട്, ആന്റി ഡെറിവേറ്റീവ്. ഇന്റഗ്രലിന്റെ മറ്റൊരു പേരാണ് ആന്റി ഡെറിവേറ്റീവ്, മറ്റൊരു പേരാണ് പ്രിമിറ്റീവ്. പ്രിമിറ്റീവ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലൊക്കെ ആ പേര് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
ഓക്കെ. ഇനി മറ്റൊരു കാര്യം ഡി എക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡി എക്സ് ഏത് വേരിയബിളാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഡി എക്സും ഡി വൈ ഒക്കെ എഴുതുക. അപ്പോൾ എഫ് ഓഫ് വൈ എന്നാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഡി വൈ എന്ന് എഴുതും. ഓക്കെ. ഇനി മറ്റൊരു പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, എന്താണ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ? ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ഇൻ്റഗ്രേഷൻ. ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഇൻ്റഗ്രൽ ഈസ് കോൾഡ് ഇൻ്റഗ്രേഷൻ. പിന്നെ ഈ ഒരു സിമ്പൽ കണ്ടോ, ഇൻ്റഗ്രേഷന്റെ സിമ്പൽ, ഇത് എവിടെ നിന്നായിരിക്കും കിട്ടിയത് നോക്കൂ. ഇങ്ങനെ നമ്മൾ എപ്പോഴാണ് എഴുതുക? എസ് എഴുതുമ്പോഴല്ലേ എഴുതുക. അപ്പൊ എസ് എന്നുള്ള ലെറ്ററിനെ ഒന്ന് വലിച്ചു നീട്ടി വെച്ചതാ അല്ലെ, ഇലോങ്ങേറ്റഡ് എസ് ആണ് ഈ സിമ്പൽ. ഇന്റഗ്രൽ എന്നുള്ള സിമ്പൽ വന്നിരിക്കുന്നത് എസ് എന്നുള്ള സിമ്പൽ, എസ് എന്നുള്ള ലെറ്റർ കുറച്ച് നീട്ടി വലിച്ചു വെച്ചതാണ്. അത് നമുക്കൊന്ന് അറിഞ്ഞു വെക്കണത് നല്ലതാണല്ലോ, ഈ സിമ്പൽ എവിടെ നിന്ന് വന്നു എന്നുള്ളത് അല്ലെ. ദിസ് ഇന്റഗ്രൽ സിമ്പൽ ഇസ് കെയിം ഫ്രം ഇലോങ്ങേറ്റഡ് എസ്. ആദ്യമായിട്ട് ഈ സിമ്പൽ കൊടുത്തത് ആരാണെന്നറിയോ? ഇന്റഗ്രേഷൻ ആദ്യമായിട്ട് ഈ സിമ്പൽ കൊടുത്തത് ആരാ? ഗോട്ട്ഫ്രീഡ് വില്യം ലെബനീസ. ഓക്കെ. 100 വർഷങ്ങൾക്ക് മുമ്പ് ഗോട്ട്ഫ്രീഡ് വില്യം ലെബനീസ് ആണ് ആദ്യമായിട്ട് ഇന്റഗ്രേഷൻ ഈ സിമ്പൽ കൊടുത്തത്. അപ്പൊ എന്തിനാ എസിനെ വലിച്ചു നീട്ടി വെച്ചത്? അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുണ്ട്. ചാപ്റ്ററിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് എസിനെ വലിച്ചു നീട്ടി വെച്ചതെന്ന്. ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യത്തെ ക്ലാസ് ആണ് നല്ലോണം മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ ഉഷാറായിട്ട് മനസ്സിലാക്കിയാൽ ബാക്കി നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്നതും സ്വയം പഠിക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അതേസമയത്ത് ആദ്യത്തെ ക്ലാസ് മനസ്സിലാക്കിയില്ലെങ്കിലോ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എത്ര ശ്രദ്ധ കൊടുത്താലും ഒരു പക്ഷേ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? ശരി, ഇനി നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം അല്ലേ. അതിനുവേണ്ടി എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് അറിയണം. അതിനുവേണ്ടി ഈ ഒരു ഹെഡിങ് കണ്ടോ നിങ്ങൾ? ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട, ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലല്ലോ. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഇൻ ഡിഫറൻസിയേഷനിലെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഞാൻ മുമ്പ് ഡിഫറൻസിയേഷൻ പഠിപ്പിച്ചപ്പോൾ ഇതേപോലത്തെ ഒരു ടേബിൾ, അതേ ടേബിൾ തന്നെയാണിത് കാണിച്ചിരുന്നു അല്ലേ. 17 റിസൾട്ടുകൾ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ 17 റിസൾട്ടുകൾ വളരെ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ, അതിന്റെ അപ്ലിക്കേഷൻ, ഇന്റഗ്രേഷൻ, അതിന്റെ അപ്ലിക്കേഷൻ, ഡിഫറൻഷിയേഷൻ ഒക്കെ എളുപ്പമായിട്ട് മാറുമെന്ന് അല്ലേ. അത് ഞാൻ ആവർത്തിക്കുന്നു. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതല്ല ഇന്റഗ്രേഷൻ, ഇത് ഡിഫറൻസിയേഷൻ ആണ്. ഇതിന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ. പക്ഷേ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു എന്ന് മാത്രം. ഓക്കെ, ശരി, നമുക്ക് ഇതേപോലെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഇൻ ഇന്റഗ്രേഷൻ പഠിക്കാം. ഇന്റഗ്രേഷനിലെ ബേസിക് ആയിട്ടുള്ള റിസൾട്ടുകൾ പഠിക്കാം. ശ്രദ്ധിക്കൂ. ഒന്നാമത്തത് എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ. എന്തിനാ എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ ആദ്യം പറയുന്നത്? എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചാൽ ഇഷ്ടം പോലെ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ പറയാം. എസ് സ്ക്വയർ, എസ് ക്യൂബ്, എക്സ് റൈസ് ടു 10, എക്സ് റൈസ് ടു 100, എക്സ് റൈസ് ടു 1000, 1/s സ്ക്വയർ, 1/s ക്യൂബ്, ഇതിന്റെയൊക്കെ ഇന്റഗ്രൽ നമുക്ക് പറയാം അല്ലേ. അപ്പൊ എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്താണെന്ന് അറിയോ? നിങ്ങൾ ഒരു പക്ഷേ ഫിസിക്സിലൊക്കെ +1 പഠിച്ചിട്ടുണ്ടാവും. എക്സ് റൈസ് ടു n + 1/n+1 + c എന്നാണ്. പ്ലസ് സി എന്താ? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, n-1 ആവരുത്. എന്താ n-1 ആയാൽ കുഴപ്പം? n-1 ആയാൽ ഡിനോമിനേറ്റർ ഡിഫൈൻഡ് ആവില്ല, 0 ആകും. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ ഡിഫൈൻഡ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ എക്സ് റൈസ് ടു n dx എക്സ് റൈസ് ടു n+1/n+1 + c. ഇതെങ്ങനെ കിട്ടിയെന്ന് സംശയിക്കേണ്ടതൊന്നുമില്ല. ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എന്താ അതിന്റെ ഡെറിവേറ്റീവ്? n+1 ഇൻറ്റു എക്സ് റൈസ് ടു n+1 ഇൻറ്റു എക്സ് റൈസ് ടു n+1 - 1 അല്ലേ. അതായത് n+1 ക്യാൻസൽ ചെയ്യും, n+1 - 1 n ആകും. അപ്പോൾ എക്സ് റൈസ് ടു n എന്ന ആൻസർ വരും. അപ്പോൾ ഇന്റഗ്രൽ എക്സ് റൈസ് ടു n dx എക്സ് റൈസ് ടു n+1/n+1 + c. കാണാതെ പഠിക്കണേ. ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ശ്രദ്ധിക്കൂ. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് പറഞ്ഞൂടെ? എക്സ് റൈസ് ടു 1 ആണ്. അപ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു 1 + 1/1+1 ദാറ്റ് ഈസ് s²/2 + c. ഓക്കെ, ഇന്റഗ്രൽ s² dx x raised to +1/2 + 1 s³/3 + c. ഇന്റഗ്രൽ s raised to 10 dx s raised to 10 + 1/10 + 1 s raised to 11/11 + c. പഠിക്കണേ, ഓർത്ത് വെക്കണേ. ഈ റിസൾട്ട് പഠിക്കാതെ ഇന്റഗ്രേഷനിൽ ഒരു സ്റ്റെപ്പ്, ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, ഇന്റഗ്രൽ 1/s² dx ആരാ 1/s²? x raised to -2. x raised to -2 + 1/-2 + 1 എന്താ ആൻസർ കിട്ടുക? -1/x എന്ന ആൻസർ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കൂ സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ. ഇന്റഗ്രൽ 1/x raised to 5 s raised to -5 + 1/-5 + 1 എന്ത് വരും ആൻസർ? -1/4 x raised to 4 + c എന്ന് വരും. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കണം. ഈ റിസൾട്ട് മാത്രം പഠിച്ചാൽ പോരാ, ഇതൊക്കെ പെട്ടെന്ന് പറയാൻ. ഇന്റഗ്രൽ x raised to 50 x raised to 51/50 x raised to 51/51 + c. ഇന്റഗ്രൽ 1/x raised to 10 എന്താണെന്ന് ചോദിച്ചാൽ -1/9 x raised to 9 + c. അങ്ങനെ വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകൾ കണ്ടോ? 1/, ആണല്ലേ. അപ്പോൾ അതിനൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ റിസൾട്ട് ആയിട്ട് ഇന്റഗ്രൽ 1/x raised to n dx എഴുതുന്നു. എന്തായിരിക്കും വരിക? പറ. -1/n -
1 x raised to n minus 1 plus c എന്ന് വരും. n നാച്ചുറൽ നമ്പർ ആകണേ. ഇന്റഗ്രൽ 1 by x raised to n വരുമ്പോൾ -1 by n minus 1 x raised to n minus 1 plus c എന്ന് വരും. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ നിങ്ങൾ. അടുത്ത റിസൾട്ട് ഇന്റഗ്രൽ 1 by root x dx. 1 by root x നെ x raised to -1 by 2 എന്ന് എഴുതി ചെയ്യാം. അങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, എന്താ റിസൾട്ട്? 2 root x. വെരി സിമ്പിൾ, 2 root x പ്ലസ് സി. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചൊന്ന് ആലോചിച്ചാൽ മതി. 2 root x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2 × 1 by 2 root x. 2 ക്യാൻസൽ ചെയ്യും, 1 by root x ആൻസർ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ എന്താ? നാലാമത്തെ റിസൾട്ട് ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് എന്തായിരിക്കും വരിക? എക്സ് റേസ് ടു 1 by 2 അല്ലേ? എക്സ് റേസ് ടു 1 by 2 പ്ലസ് 1 by 1 by 2 പ്ലസ് 1 ദാറ്റ് ഈസ് 2 by 3 എക്സ് റേസ് ടു 3 by 2 പ്ലസ് സി എന്നാ കിട്ടുക. ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. 2 by 3 എക്സ് റേസ് ടു 3 by 2 പ്ലസ് സി. ഇതുപോലെ കാണാതെ പഠിക്കണം, ചെയ്ത് നോക്കി കണ്ടുപിടിക്കാനല്ല കാര്യം. ഇതുപോലെ ബൈഹാർട്ട് ചെയ്യണം. ബൈഹാർട്ട് ചെയ്താൽ മാത്രമേ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറുള്ളൂ. ഓക്കെ, അഞ്ചാമത്തെ റിസൾട്ട് വെരി ഈസിയാ. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താലും ഡിഫറൻഷിയേറ്റ് ചെയ്താലും മാറ്റമൊന്നുമില്ല. ഇ റേസ് ടു എക്സ്. ഇന്റഗ്രൽ എ റേസ് ടു എക്സ്. എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? എ റേസ് ടു എക്സ് ലോഗ് എ. ഇന്റഗ്രൽ എന്താണെന്ന് അറിയോ? എ റേസ് ടു എക്സ് ബൈ ലോഗ് എ. എ റേസ് ടു എക്സ് ബൈ ലോഗ് എ. സംശയം ഉണ്ടെങ്കിൽ ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എന്താ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക? എ റേസ് ടു എക്സ് ലോഗ് എ ബൈ ലോഗ് എ. ലോഗ് എ ക്യാൻസൽ ചെയ്തു, അപ്പോൾ എ റേസ് ടു എക്സ് ആൻസർ കിട്ടും. ഓർത്ത് വെക്കണേ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയാം അല്ലേ? ആറാമത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഇന്റഗ്രൽ 3 റേസ് ടു എക്സ് ഡി എക്സ്. എക്സാമിന് ചോദിച്ചേക്കാം. എന്താ ആൻസർ എഴുതുക? 3 റേസ് ടു എക്സ് ബൈ ലോഗ് 3 പ്ലസ് സി. കൃത്യമാണല്ലോ. ഇനി അപ്പോൾ 6 റിസൾട്ടാണ് ഇപ്പോൾ പഠിച്ചത്. 6ൽ നിന്ന് ചില എക്സാമ്പിൾ ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇപ്പോൾ ഏഴാമത്തെ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള റിസൾട്ടാണ്. സീറോന്റെ ഇന്റഗ്രൽ എന്താ? സീറോ ആരുടെ ഡെറിവേറ്റീവാ? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ സീറോന്റെ ഇന്റഗ്രൽ എന്താ? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, 1ന്റെ ഇന്റഗ്രൽ എന്താ വരിക? 1ന്റെ ഇന്റഗ്രൽ എക്സ് റേസ് ടു 0 എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ 1ന്റെ ഇന്റഗ്രൽ അല്ലെങ്കിൽ ഈ 1 ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുക? എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴല്ലേ കിട്ടുക. അപ്പോൾ ആൻസർ എക്സ് പ്ലസ് സി. സി എപ്പോഴും ഉണ്ടാവും കോൺസ്റ്റന്റ്. ഓക്കെ, ഇന്റഗ്രൽ എക്സ് ഡി എക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇന്റഗ്രൽ കെ ഡി എക്സ് എന്ത് വരും? കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു 1 dx എന്ന് പറയാം അല്ലേ? അപ്പം കെ എക്സ് പ്ലസ് സി അല്ലെങ്കിൽ കെ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കെ എന്നല്ലേ കിട്ടുക? കെ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ കെ? അങ്ങനെയും നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ 9 എണ്ണമായി അല്ലേ? 9 റിസൾട്ടായി. 22 റിസൾട്ട് ഇതുപോലെ പഠിക്കാനുണ്ട്. അത് നന്നായിട്ട് പഠിച്ചാലേ ഇന്റഗ്രേഷൻ എളുപ്പമാകും കേട്ടോ. ഇതൊക്കെ ഓർക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഡിഫറൻസിയേഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. എങ്കിലും ഇത് ഇതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിന് എക്സാമ്പിൾ വേണമെന്ന് തോന്നുന്നു. ഇന്റഗ്രൽ കെ ഡി എക്സിന് അല്ലേ? ഇന്റഗ്രൽ 5 dx എന്ത് പറ? പെട്ടെന്ന് പറ. ഇന്റഗ്രൽ 5 dx 5x പ്ലസ് സി. ഇന്റഗ്രൽ റൂട്ട് 3 dx റൂട്ട് 3x പ്ലസ് സി. ഇന്റഗ്രൽ ഹാഫ് dx ഹാഫ് എക്സ് പ്ലസ് സി. ഓക്കെ, ഇതൊക്കെ ഇതുപോലെ തന്നെ പറയാൻ കഴിയണം. അല്ലാതെ ഇത് 5k ഡി എക്സ് അല്ലേ, അപ്പൊ കേക്ക് റീപ്ലേസ് ചെയ്താൽ പോരെ, അങ്ങനൊന്നും പോരാ. ഇതിൽ ഹാഫ് ഡി എക്സ് ഹാഫ് എക്സ് പ്ലസ് സി. അങ്ങനെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ അത്രയും എളുപ്പമായിരിക്കും നിങ്ങളെ ഇന്റഗ്രേഷൻ. ഓക്കെ, ഇനി ഒരാളെ നമ്മൾ പറയാൻ വിട്ടിട്ട് ഇന്റഗ്രൽ 1 by x dx 10ാമത്തത് അല്ലേ? 1 by x ആരുടെ ഡെറിവേറ്റീവാ? ലോഗ് എക്സിന്റെ അല്ലേ? 1 by x ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പൊ ആൻസർ ലോഗ് എക്സ് പ്ലസ് സി എന്ന് വരും. പക്ഷേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന. എന്താ കാരണം? ലോഗ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലോഗ് എക്സ് ആണ് അല്ലെങ്കിൽ ലോഗ് മൈനസ് എക്സ് ആണ് അല്ലേ? അപ്പൊ ലോഗ് എക്സ് ആണെങ്കിൽ 1 by x ആണ് ഡെറിവേറ്റീവ് എന്ന് അറിയാം. ലോഗ് മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കൂ. അപ്പോഴും നിങ്ങൾക്ക് -1 by മൈനസ് എക്സ് എന്നാ കിട്ടുക. അപ്പോഴും 1 by x തന്നെ കിട്ടും. എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണെങ്കിലും ലോഗ് മൈനസ് എക്സ് ആണെങ്കിലും ആൻസർ 1 by x ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് പറയാം. ഓക്കെ, ശരി. 11ാമത്തെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമുക്കൊന്ന് ഓർത്ത് വെക്കാം. ഇനി 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഇന്റഗ്രലാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആ. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആ. അപ്പോൾ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും വരിക? ഇന്റഗ്രൽ സൈൻ എക്സ് കോസ് എക്സ് വരില്ല. അവിടെ മൈനസ് ഉള്ളത് മൈനസ് കോസ് എക്സ് വരും. അതാണ് അടുത്തത്. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കോസ് എക്സ് ഇന്റഗ്രൽ കോസ് എക്സ് സൈൻ എക്സ് പ്ലസ് സി അല്ലേ? ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ത് വരും? ടാൻ എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി അല്ലേ? ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് സീക്ക് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ട് എക്സ് മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. എന്തൊരു എളുപ്പമാ! ഈ ഒരു കാര്യം പഠിച്ചാൽ തിരിച്ചു പറയാൻ പറ്റും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സൈൻ എക്സിന്റെ കോസ് എക്സിന്റെ ഇന്റഗ്രൽ പറഞ്ഞാൽ പിന്നെ ടാൻ എക്സിന്റെ സീക്ക് എക്സിന്റെ കൊസീക്ക് എക്സിന്റെ ഇന്റഗ്രൽ അല്ല പറയുന്നത്. പിന്നെയോ സീക്ക് സ്ക്വയർ എക്സിന്റെ കൊസീക്ക് സ്ക്വയർ എക്സിന്റെ സീക്ക് എക്സ് ടാൻ എക്സ് കൊസീക്ക് എക്സ് കോട്ട് എക്സിന്റെ ഇന്റഗ്രൽ പറയുന്നത് അല്ലേ? അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ നാം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രസന്റിൽ എന്തേ അറിയൂ? 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഇന്റഗ്രലേ അറിയൂ. ആരൊക്കെ അത്? സൈനസ് കോസ് എക്സ്. എന്റെ കൂടെ പറ. സൈനസ് കോസ് എക്സ്, സീക്ക് സ്ക്വയർ എക്സ് കൊസീക്ക് സ്ക്വയർ എക്സ്,
സിക്കസ് ടാൻ എക്സ് കൊസീക് എക്സ് സ്ക്വാട്ട് എക്സ്. അപ്പോൾ ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കാണാൻ പറഞ്ഞാലും നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്, ഈ 6 മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. കാണാതെ പഠിക്കണം, അതിന് ഞാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എനിക്ക് മാക്സിമം നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ലേ. ബൈഹാർട്ട് ചെയ്യേണ്ടത് ആര് തന്നെ? നിങ്ങൾ തന്നെ. എത്ര തവണയാണോ പറഞ്ഞ് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുക അത്രയും തവണ പറഞ്ഞ് ബൈഹാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ 22 റിസൾട്ട് പറഞ്ഞ് നിങ്ങളെ മൊബൈലൊന്ന് റെക്കോർഡ് ചെയ്യുക, നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് ആവർത്തിച്ച് കേൾക്കുക. ഓക്കെ, ഒരു ദിവസം തന്നെ പലവട്ടം കേൾക്കുക, അറിയാതെ നിങ്ങൾ മനഃപ്പാഠമാക്കി പോകും. ഓക്കെ, അങ്ങനെ മനഃപ്പാഠമാക്കിയാൽ മാത്രമേ ഇൻ്റഗ്രേഷൻ പഠിക്കാൻ പറ്റൂ. ഞാൻ ആവർത്തിക്കുന്നു, ഇനിയുമുണ്ട് 22 റിസൾട്ട് ഉണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് വളരെ പെട്ടെന്ന് ഓർക്കാൻ പറ്റും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡിഫറൻസിയേഷൻ, എന്ത് ഡെറിവേറ്റീവ് ഓഫ് ITF, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. ഇതൊക്കെ നേരെ ഒന്ന് തിരിച്ചെഴുതിയാൽ എന്തായി? ഇതൊക്കെ നേരെ തിരിച്ചെഴുതിയാൽ ബാക്കിയുള്ള 6 റിസൾട്ടുകളായി. നോക്കൂ, ഇൻ്റഗ്രൽ 1/√(1 - x²) എന്തായിരിക്കും വരിക? sin ഇൻവേഴ്സ് x + c. ഓർക്കാൻ പ്രയാസമില്ലല്ലോ, കാരണം നിങ്ങൾ ഈ റിസൾട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഓർക്കാൻ പറ്റും. അടുത്ത ഇൻ്റഗ്രൽ -1/√(1 - x² = cos ഇൻവേഴ്സ് x + c. വേണമെങ്കിൽ ഇതിനെ തന്നെ -cos ഇൻവേഴ്സ് x + c എന്ന് പറയാം. ഇൻ്റഗ്രൽ 1/√(1 - x²) -cos ഇൻവേഴ്സ് x + c എന്നും പറയാം. അത് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, അങ്ങനെയും പറയാം. ഓക്കെ, ഇനി അടുത്ത 2-4 റിസൾട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഞാൻ എഴുതുന്നതിന് മുന്നേ സ്വന്തമായിട്ട് 19, 20 മുതൽ 22 വരെ റിസൾട്ട് എഴുത്. ഇൻ്റഗ്രൽ 1/1 + x² dx = tan ഇൻവേഴ്സ് x + c. ഇൻ്റഗ്രൽ -1/1 + x² = cot ഇൻവേഴ്സ് x + c. ഇൻ്റഗ്രൽ 1/mod (√(x² - 1) = sec ഇൻവേഴ്സ് x + c. ഇൻ്റഗ്രൽ -1/mod x (√(x² - 1) = cosec ഇൻവേഴ്സ് x + c. 22 റിസൾട്ടുകളും കഴിഞ്ഞു. ഓക്കെ, ഈ 22 റിസൾട്ടുകൾ നിങ്ങൾ വളരെ മനോഹരമായിട്ട് പഠിക്കണം. നോക്കൂ, ഇനി ഇവിടെ സ്ഥലങ്ങൾ കാണുന്നുണ്ടല്ലേ. ഇതെന്തിനാണെന്നറിയോ? എന്തിനാ? ഇനിയും നമുക്ക് പുതിയ റിസൾട്ടുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു സൈനസും കോസസും കഴിഞ്ഞിട്ട് ടാനക്സ്, കൊസിക്കസ്, സീക്കസ്, ഇതിൻ്റെ ഒന്നും ഇൻ്റഗ്രൽ നമുക്ക് അറിയില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യും. അതൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം, സ്ഥലമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് എഴുതി വെച്ചാലും മതി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പ്രസന്റിൽ 22 റിസൾട്ടുകളെ അറിയാം. ഇനിയും നമ്മൾ കുറച്ച് കാര്യങ്ങളോടൊക്കെ ബൈഹാർട്ട് ചെയ്യും. അതും കൂടെ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും. അത് പതുക്കെ ചെയ്യുള്ളൂ. ഈ ഒരു കാര്യം വെച്ചാണ് ആദ്യം തുടക്കത്തിലൊക്കെ പ്രോബ്ലംസ് ചെയ്യുക. ഇപ്പോൾ 22 റിസൾട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി അഥവാ പഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തിന് നോട്ട്ബുക്ക് നോക്കി ചെയ്യാം. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈഹാർട്ട് ചെയ്യുന്നേ വേണം. ഓക്കെ, ശ്രദ്ധിക്കുക. നേരത്തെ പഠിച്ച 22 റിസൾട്ടിൻ്റെ കൂടെ കുറച്ച് തിയറംസ്, ബേസിക് തിയറംസും കൂടെ പഠിക്കാനുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ഇൻ്റഗ്രേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. ബേസിക് തിയറംസ് വളരെ ഈസിയാണ്. ഒന്നാമത്തെ നോക്കൂ, d/dx ഓഫ് ഇൻ്റഗ്രൽ f(x) dx. ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഇൻവേഴ്സ് ഓപ്പറേഷൻ അല്ലേ, പരസ്പരം ഇൻവേഴ്സ് അല്ലേ. പരസ്പരം ഇൻവേഴ്സ് വന്നാൽ സാധാരണഗതിയിൽ അത് ക്യാൻസൽ ചെയ്യാനാണല്ലോ പതിവ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? f(x) എന്ന് കിട്ടും. ഓക്കെ, നേരെ തിരിച്ചും പറയാം, ഇൻ്റഗ്രൽ d/dx ഓഫ് f(x) എന്ന് പറയാം. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? അപ്പോഴും f(x) ആ കിട്ടുക. പരസ്പരം ഇൻവേഴ്സുകളാണ്, പക്ഷേ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൂടി ഉണ്ടാവും. ഓക്കെ, മറ്റൊരു റിസൾട്ട് ഇൻ്റഗ്രൽ k × f(x) ഒരു ഫംഗ്ഷനും കോൺസ്റ്റന്റും കൂടെ വന്നാൽ കോൺസ്റ്റന്റ് നമ്മൾ പുറത്തെഴുതണം. കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻ്റഗ്രൽ f(x) എന്ന് വരും. കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻ്റഗ്രൽ f(x) എന്ന് വരും. സിമ്പിൾ അല്ലേ? കോൺസ്റ്റന്റ് പുറത്താക്കിയാൽ മതി. ഈ 2 ഫംഗ്ഷൻ്റെ സമ്മ് വന്നാലോ ഓരോ ഫംഗ്ഷൻ്റെയും ഇൻ്റഗ്രൽ കണ്ടാൽ മതി. 2 ഫംഗ്ഷൻ ഡിഫറൻസ് വന്നാലോ ഓരോ ഫംഗ്ഷൻ്റെയും ഡിഫറൻസ് കണ്ടാൽ മതി. വെരി ഈസിയാണ്. ഇതുവരെ നമുക്ക് ചെയ്യാം. ഇനി പ്രോഡക്റ്റ്, 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ്, 2 ഫംഗ്ഷൻ്റെ കോഷ്യൻ്റ്, അതിനൊന്നും ഇതുപോലെ പറ്റില്ല. ഡിഫറൻസിയേഷനിലെ പ്രോഡക്റ്റ് റൂളോ കോഷ്യൻ്റ് റൂളോ പറ്റില്ല. അതിനൊക്കെ വേറെ വേറെ മാർഗ്ഗങ്ങളാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള തിയറംസ്. ഇത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, 15 ചോദ്യങ്ങൾ ഞാൻ ചെയ്യും. 15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. ഓക്കെ, ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസാണ്. ഓക്കെ, റിസൾട്ട് പഠിച്ചവർക്ക് ഒരു ചോദ്യം ചെയ്യാൻ ഒരു 30 സെക്കൻഡ് ഒക്കെ മതി. ശരി, നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ s² + 3s + 5. s² + 3s + 5 നേരത്തെ പറഞ്ഞ പോലെ പറയുമ്പോൾ 3 ഇൻ്റഗ്രലാക്കി എഴുതാം അല്ലേ. എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ s² dx പ്ലസ് ഓരോ ഇൻ്റഗ്രലും dx വേണേ. ഇൻ്റഗ്രൽ 3x dx പ്ലസ് ഇൻ്റഗ്രൽ 5 dx. ഇനി കോൺസ്റ്റന്റിന് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ s² dx ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് എല്ലാ സ്റ്റെപ്പും എഴുതുന്നു. 3നെ പുറത്തെടുത്തു. 3 × ഇൻ്റഗ്രൽ x dx. 5നെ പുറത്തെടുത്തു. 5 × ഇൻ്റഗ്രൽ 1 dx അല്ലേ. എന്താ s²ൻ്റെ ഇൻ്റഗ്രൽ? s³/3. എന്താ x-ൻ്റെ ഇൻ്റഗ്രൽ? s²/2. അപ്പോൾ 3 × s²/2. എന്താ 1ൻ്റെ ഇൻ്റഗ്രൽ? x. 5 × x + c. എനിക്കിത് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത് റിസൾട്ട് അറിയുന്നത് കൊണ്ടാണ്. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കും എഴുതാം. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് ഭംഗിയായിട്ട് എഴുതിയാൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് കഴിഞ്ഞില്ലേ? വെരി ഈസി അല്ലേ? എങ്കിൽ രണ്ടാമത്തേലേക്ക് വാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലെഫ്റ്റ് സൈഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ 3 ഇൻ്റഗ്രലാക്കി എഴുതാം.
ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പ് കുറച്ചു. എന്താ? കോൺസ്റ്റന്റിനെ ആദ്യം തന്നെ പുറത്തെടുത്തു. 2 into integral x cube dx minus 3 into integral sin x dx plus 7 into integral root x dx. ആരാ x ക്യൂബിന്റെ ഇന്റഗ്രൽ? x raised to 4/4. 3 into minus 3 into sin x ന്റെ ഇന്റഗ്രൽ എന്താ? cos x അല്ല, മൈനസ് cos x. minus 3 into minus cos x. അപ്പോൾ ഇൻറ്റു എന്ന് പ്രത്യേകം എഴുതണം. പ്ലസ് 7 into ആരാ? റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ 2/3 x raised to 3/2. എൻ്റെ കൂടെ എന്ന് പറഞ്ഞേ 2/3 x raised to 3/2. ഓക്കെ, 2/3 x raised to 3/2 എന്ന് കാണാതെ പഠിക്കലാണ് നല്ലത്. x raised to 1/2 വെച്ച് ചെയ്യൊക്കെ ചെയ്യാം, അത് ഓരോന്നും ചെയ്യണ്ടേ. ഇതങ്ങ് ഒരു വട്ടം ബൈഹാർട്ട് ചെയ്താൽ എപ്പോഴും അത് തന്നെ 2/3 x raised to 3/2 ഭംഗിയിൽ എഴുതിയാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യനാ, ഒരു വ്യത്യാസമില്ല. 5 into integral x dx minus 3 into integral cos x dx plus integral 5x dx. 5 into s square by 2 minus 3 into sin x plus 5 raised to x by log 5 plus c. Answer finished. ഓക്കെ, 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത 3 ചോദ്യങ്ങൾ. ഇന്റഗ്രൽ എസ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 ബൈ എസ് സ്ക്വയർ. എന്താ ഈ 3 ചോദ്യങ്ങളുടെ പ്രത്യേകത? ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല. ഇത് പ്രോഡക്റ്റാ, ഇതും ഒരു തരത്തിൽ പ്രോഡക്റ്റാ അല്ലെങ്കിൽ ഹോൾ സ്ക്വയറാ അല്ലേ? പ്രോഡക്റ്റ് ആകുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് ഇപ്പോൾ ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പ്രോഡക്റ്റ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇതിനെ ഒഴിവാക്കണം. പ്രോഡക്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാലോ. എസ് സ്ക്വയർ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എസ് സ്ക്വയർ ഇൻറ്റു 1 എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 1. അപ്പോൾ ഇന്റഗ്രൽ എസ് സ്ക്വയർ മൈനസ് 1 ആയി. സിമ്പിൾ ആയില്ലേ? എസ് സ്ക്വയർ എന്നുള്ള പ്രോഡക്റ്റിനെ ഒഴിവാക്കി. ഇനി എസ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? എസ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റെപ്പാക്കി എഴുതിയതാ. 2 സ്റ്റെപ്പാക്കി എഴുതി. ഇനി 2 സ്റ്റെപ്പാക്കി എഴുതാൻ നിർബന്ധമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ എസ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് പ്ലസ് സി എന്ന് എഴുതിയാലും മതി. സിമ്പിൾ അല്ലേ? പ്രോഡക്റ്റ് ആകുമ്പോൾ, പ്രസന്റിൽ പ്രോഡക്റ്റ് ആകുമ്പോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഫംഗ്ഷൻ വരുമ്പോൾ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് എന്നുള്ള അവസ്ഥയാണ് ഒഴിവാക്കുക. അടുത്തതും അങ്ങനെ ചെയ്യാം, 5ാമത്തതും അങ്ങനെ ചെയ്യാം. നോക്കൂ, റൂട്ട് എക്സ് ഇൻറ്റു 1 ആരാ? റൂട്ട് എക്സ് ഇൻറ്റു എക്സ്. എക്സ് റേസ് ടു 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1 ആ. അപ്പോൾ എക്സ് റേസ് ടു 1/2 പ്ലസ് 1 എക്സ് റേസ് ടു 3/2 അല്ലേ? റൂട്ട് എക്സിനെ നമുക്ക് റൂട്ട് എക്സ് എന്ന് തന്നെ എഴുതാം, കാരണം റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ നമുക്ക് ബൈ ഹാർട്ട് ആണല്ലോ. പിന്നെ അടുത്തത് എക്സ് റേസ് ടു 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1. അപ്പോൾ എക്സ് റേസ് ടു 1/2 പ്ലസ് 1 3/2 എന്ന് വരും. അതാണ് ഈ എക്സ് റേസ് ടു 3/2 വന്നത്. പ്രോഡക്റ്റ് ഒഴിവായല്ലോ. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. ആരാ റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ? 2/3 എക്സ് റേസ് ടു 3/2. എന്താ ഇതിന്റെ ഇന്റഗ്രൽ? മൈനസ് കഴിഞ്ഞിട്ട് എക്സ് റേസ് ടു 3/2 പ്ലസ് 1/3/2 പ്ലസ് 1. ഓക്കെ, എസ് റേസ് ടു 3/2 പ്ലസ് 1/3/2 പ്ലസ് 1. ആരാ 3/2 പ്ലസ് 1? 1.5യും 1 കൂട്ടിയ 2.5 അല്ലേ? 2.5 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതിയല്ലേ? അപ്പോൾ എക്സ് റേസ് ടു 3 5/2 എന്ന് വരും അല്ലേ? അപ്പോൾ എക്സ് റേസ് ടു 5/2 ബൈ 5/2 2/5 എന്ന് എഴുതാലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിന് 2/5 എന്ന് എഴുതുന്നത് 5/2 ആണ്, അത് തിരിച്ചെഴുതാം. അപ്പോൾ 2/5 എക്സ് റേസ് ടു 5/2 പ്ലസ് സി. ബേസിക് മാത്തമാറ്റിക്സ് എപ്പോഴും ആവശ്യമാണ്, അതെല്ലാവർക്കും അറിയാലോ. അവസാനത്തെ ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ഹോൾ സ്ക്വയറാണ്. ഹോൾ സ്ക്വയർ ചെയ്യാൻ നമ്മളിപ്പോൾ പ്രസന്റ് വേറെ മാർഗ്ഗം ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ വെരി സിമ്പിൾ അല്ലേ? റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്താ? എക്സ്. 1/√x സ്ക്വയർ എന്താ? 1/√x സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. 1/√x സ്ക്വയർ 1/x. 2ab എന്ന് പറയുമ്പോൾ 2 into √x into 1/√x. √x ക്യാൻസൽ ചെയ്തു, ബാക്കി 2. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാലോ. എക്സ് സ്ക്വയർ ബൈ 2 ആണ് ആദ്യത്തെ ആള് അല്ലേ? അടുത്തത് 1/x ലോഗ് മോഡ് എക്സ്. 22 റിസൾട്ടിൽ പെട്ടതേ ഇവിടെ വരൂ. -2 + c. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ശരി, നന്നായിട്ട് എഴുതിയിരിക്കണം, വൃത്തിയായിട്ട് എഴുതിയിരിക്കണം. ഏറ്റവും മനോഹരമായ നോട്ട്ബുക്ക് ഇൻ്റഗ്രേഷൻ്റെ നോട്ട്ബുക്ക് ആയിരിക്കണം. ഏറ്റവും വൃത്തിയുള്ള നോട്ട്ബുക്ക് ഇൻ്റഗ്രേഷൻ്റെ നോട്ട്ബുക്ക് ആയിരിക്കണം കേട്ടോ. ശരി, 7ാമത്തെ നോക്കൂ. നേരത്തെ പ്രോഡക്റ്റ് വന്നു, ഇവിടെ കോഷ്യൻ്റാണ് വന്നിരിക്കുന്നത്. നേരത്തെ പ്രോഡക്റ്റ് വന്നു, ഇവിടെ കോഷ്യൻ്റ് വന്നു. ഇപ്പോൾ കോഷ്യൻ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കോഷ്യൻ്റ് വരുമ്പോൾ കോഷ്യൻ്റ് റൂളൊന്നും നമുക്കറിയില്ല, അങ്ങനെ റൂൾ നമ്മളിവിടെ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കോഷ്യൻ്റ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ മതി. കോഷ്യൻ്റ് എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ഒഴിവാക്കുക. എന്താ, വെരി ഈസി അല്ലേ? നോക്കൂ, ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു ടേം അല്ലേ ഉള്ളൂ, ഇവിടെ 2 ടേം ഉണ്ടാവുക. അതുപോട്ടെ ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ടേം അല്ലേ ഉള്ളൂ. ഒരു ടേം ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി അറിയോ? സ്പ്ലിറ്റ് ചെയ്താൽ മതി. അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ടേമേ ഉള്ളൂ എങ്കിൽ സ്പ്ലിറ്റ് ചെയ്താൽ മതി, മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കൂ. s³ - 1/s². s³ - 1/s² സ്പ്ലിറ്റ് ചെയ്തു. ഡിനോമിനേറ്ററിൽ സിംഗിൾ ടേം ആണെങ്കിൽ മറക്കരുത്, ഡിനോമിനേറ്ററിൽ ഒരു ടേം ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ആരാ s³ എക്സ് അല്ലേ? അടുത്തത് നമുക്ക് അറിയുന്ന ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? s²/2. 1/s² എന്താ? -1/x. നേരത്തെ നമ്മൾ ബൈഹാർഡ് ചെയ്ത് വെച്ചതാണ്. അത് ബൈഹാർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്, നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ. ഓക്കെ, ആ -1/x മൈനസോടെ പ്ലസ് ആവും അല്ലേ? s²/2 then +1/x + c. ഈസി, വെരി ഈസി. ഓക്കെ,
എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, സ്പ്ലിറ്റ് ചെയ്തോളൂ. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്റഗ്രൽ 2 cos square x minus 3 sin x by cos square x. ഡിനോമിനേറ്റർ ഒരു ടേം ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക, അതാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. ഇത് നമ്മൾ പരിചയമുള്ള ഫോമാണോ? ആ 22 സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ പെട്ടിട്ടുണ്ടോ? പെട്ടാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഓക്കെയാണ് അല്ലേ? 2 cos square x 2 sec square x അല്ലേ? sec square x നമുക്ക് പരിചയമുള്ളതാണല്ലോ. ഇതാരാണ്? 3 cos x into sin x by cos x അല്ലേ? ആരാ cos x? 3 cos x into sin x by cos x. ആ ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, 2 cos square x എഴുതി, 3 into പിന്നെ 1 cos x പിന്നെ sin x by cos x. ഇത് വളരെ ഈസിയാ. എന്താ? 2 sec square x minus 3 sec x tan x. നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയുന്ന 6 കാര്യങ്ങൾ ആരൊക്കെയാ? sin x cos x, പിന്നെ sec square x cosec square x, പിന്നെ sec x tan x cosec cot x. അതിൽ പെട്ടില്ലേ ഇത്? അതിൽ വന്നില്ലേ ഇത്? sec square x ഉം sec tan x ഉം ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. 2 into ആരാ? sec square x ന്റെ ഇന്റഗ്രൽ tan x. ഓക്കെ, minus 3 into sec tan x ന്റെ sec x plus c. വെരി വെരി ഈസി. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്റൽ എസ് ക്യൂ മൈനസ് എസ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 x മൈനസ് 1. ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ടേം ഉണ്ട്. 2 ടേം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കൂ, ആദ്യത്തെ 2 ടേമിൽ എസ് സ്ക്വയർ കോമൺ അല്ലേ? ഈ ആദ്യത്തെ 2 ടേമിൽ എസ് സ്ക്വയർ കോമൺ അല്ലേ? അതങ്ങ് പുറത്തെടുത്തു. ഈ ആദ്യത്തെ 2 ടേമിൽ എസ് സ്ക്വയർ പുറത്തെടുത്തു. അങ്ങനെ പുറത്തെടുത്തപ്പം വീണ്ടും എസ് മൈനസ് 1 കോമൺ ആയി വന്നില്ലേ? നോക്കൂ, ഇവിടെ എസ് മൈനസ് 1 എസ് മൈനസ് 1 എസ് മൈനസ് 1. അപ്പോൾ ഇനി എസ് മൈനസ് 1 ക്യാൻസൽ ചെയ്യാം. എല്ലാ ടൈമിലും എസ് മൈനസ് 1 ഉണ്ടെങ്കിൽ എസ് മൈനസ് 1 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 1 എന്നായിട്ട് മാറും. എസ് സ്ക്വയർ പ്ലസ് 1 എസ് മൈനസ് 1 ക്യാൻസൽ ചെയ്തു. വെരി ഈസി. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടോ? ഇല്ല. എസ് ക്യൂ ബൈ 3 പ്ലസ് എക്സ് പ്ലസ് സി. ഓക്കെ, 9ാമത്തെ കഴിഞ്ഞു. ഇന്റഗ്രേഷൻ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? തോന്നണം. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ടാൻ സ്ക്വയർ എക്സ് കോഡ് സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ബൈ കോസീക്ക് സ്ക്വയർ എക്സ്. ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും മനസ്സിലാക്കണം. നോക്കൂ, ആദ്യത്തെ ചോദ്യം ടാൻ സ്ക്വയർ എക്സ് ആണ്. ടാൻ സ്ക്വയർ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പ്രസന്റ് നമുക്ക് അറിയില്ല. ഓക്കെ, പക്ഷെ നമുക്ക് അറിയാം. നമ്മൾ +1 ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. അതായത് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ 1 അല്ലേ? അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് ആരാ? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ആ. ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 നമ്മൾ +1 പഠിച്ച ഐഡന്റിറ്റിയാണ്. അങ്ങോട്ട് ഞാൻ ഇതിനങ്ങ് മാറ്റി. ഓക്കെ, ഇനി നോക്കൂ, നിങ്ങൾ സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാമല്ലോ. ആരാ സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ? ടാൻ എക്സ്. 1ന്റെ ഇന്റഗ്രൽ എക്സ്. ഇപ്പൊ ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി. ഫിനിഷ്ഡ്. ഓക്കെ, ഇപ്പൊ ടാൻ സ്ക്വയർ എക്സ് പഠിച്ചു. അതേപോലെ തന്നെ അല്ലേ കോഡ് സ്ക്വയർ എക്സും അല്ലേ? കോഡ് സ്ക്വയർ എക്സിന് നമുക്ക് കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതാം. കൊസീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് ക്വാട്ട് എക്സ് മൈനസ് എക്സ് പ്ലസ് സി. മൈനസ് ക്വാട്ട് എക്സ് പിന്നെ 1ന്റെ മൈനസ് എക്സ് പ്ലസ് സി. ഓക്കെ, ഇനി മുതൽ ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയും? സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ അറിയും, കൊസീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ അറിയും, ടാൻ സ്ക്വയർ എക്സ് അറിയും, കോഡ് സ്ക്വയർ എക്സ് അറിയും. അപ്പോഴും അറിയാത്ത 2 പേരുണ്ട്. ആരൊക്കെയാ? സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും. അത് നമ്മൾ വഴിയേ അറിയാൻ സമയമായിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഏതിൻ്റെയൊക്കെ സ്ക്വയർ അറിയാം? സീക്ക് സ്ക്വയർ എക്സ്, കൊസീക്ക് സ്ക്വയർ എക്സ്, ടാൻ സ്ക്വയർ എക്സ്, കോഡ് സ്ക്വയർ എക്സ്. ഇതിന്റെ ഒക്കെ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്ന രൂപം അറിയാം. നോക്കൂ, 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ അല്ലേ? ഇത് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. ഒരുപക്ഷെ നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ടാവും അല്ലേ? സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? പിന്നെ ടാൻ എക്സ്, കൊസീക്ക് സ്ക്വയർ എക്സിന്റെ മൈനസ് ക്വാട്ട് എക്സ്. അങ്ങനെയൊക്കെ എഴുതിയോ? പാടില്ല. കാരണം ഇത് കോഷ്യന്റ് ആകുമ്പം ഇതിന്റെ ഇന്റഗ്രൽ ബൈ ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞ റിസൾട്ട് ഇല്ല. അപ്പൊ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ച റിസൾട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. നോക്കൂ, ആരാ 1 കൊസീക്ക് സ്ക്വയർ എക്സ്? സൈൻ സ്ക്വയർ എക്സ് ആണ് അല്ലേ? 1 കൊസീക്ക് സ്ക്വയർ എക്സ്. ഈ കൊസീക്ക് സ്ക്വയർ എക്സിനെ മുകളിലേക്ക് എഴുതുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് ആവും. സീക്ക് സ്ക്വയർ എക്സിനെ താഴേക്ക് എഴുതുമ്പോൾ കോസ് സ്ക്വയർ എക്സ് ആവില്ലേ? അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിനെ മുകളിലേക്ക് എഴുതി. അപ്പൊ സൈൻ സ്ക്വയർ എക്സ് ആയി. സീക്ക് സ്ക്വയർ എക്സ് താഴേക്ക് എഴുതി കോസ് സ്ക്വയർ എക്സ് ആയി. ആരാ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്? ടാൻ സ്ക്വയർ എക്സ് അല്ലേ? അപ്പൊ നമുക്ക് ടാൻ സ്ക്വയർ എക്സ് നമ്മളിവിടെ ചെയ്തില്ലേ? അപ്പൊ എന്താ കിട്ടുക? ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി. വെരി ഈസി അല്ലേ? അപ്പൊ ഇതുപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് സ്വന്തമാക്കിയിട്ടുണ്ടാക്കാം. സീക്ക് സ്ക്വയർ എക്സ് താഴെ, കൊസീക്ക് സ്ക്വയർ എക്സ് മുകളിൽ. അത് ഹോംവർക്ക് ആയിട്ട് ഞാൻ തരാം. ഓക്കെ, 13ാമത്തെ ഒരു ചോദ്യം നോക്കൂ. 13, 14 രണ്ടും സെയിമാ. കാണുമ്പോഴേ ആൻസർ പറയാം. കുറച്ച് സമയം മതി അല്ലേ? ഇവിടെ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ഒഴിവാക്കണം. സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ്, സീക്ക് സ്ക്വയർ എക്സ്, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ് അല്ലേ? അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ഇന്റഗ്രൽ അല്ലേ? 22 റിസൾട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തോ? ഇന്റഗ്രേഷൻ വളരെ എളുപ്പമാണ്. 22ൽ പെട്ടതല്ലേ സീക്ക് സ്ക്വയർ എക്സും സീക്ക് എക്സ് ടാൻ എക്സും? സീക്ക് സ്ക്വയർ എക്സിൻ്റെത് ആരാണ് ഇന്റഗ്രൽ? ടാൻ എക്സ്. അടുത്ത സീക്ക് എക്സ്. ഇതേപോലെ തന്നെയാണ് അടുത്തതും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പം മൈനസ് ക്വാട്ട് എക്സ് മൈനസ് കൊസീക്ക് എക്സ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു ചെറിയ വ്യത്യാസമുള്ള ചോദ്യം. ഫൈൻഡ് ദി ആന്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ആന്റി ഡെറിവേറ്റീവ് എന്നാണ് പറഞ്ഞത്. അതായത് ഇന്റഗ്രൽ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ. ആരുടെ ഇന്റഗ്രലാ? എഫ് ഓഫ് എക്സിന്റെ. ആരാ എഫ് ഓഫ് എക്സ്?
4x³ - 4x³ ഇന്റഗ്രലാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പ്രയാസമില്ലല്ലോ. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് കണ്ടാൽ മതിയല്ലോ. ഇന്റഗ്രൽ 4x³ കണ്ടാൽ മതിയല്ലോ. x³ ഇന്റഗ്രൽ x⁴/4 അല്ലേ. 4 ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? x⁴ - 6x + c എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടി. പക്ഷേ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? എഫ് ഓഫ് 0 0ആണ്. എഫ് ഓഫ് 0 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ പറഞ്ഞതെന്നറിയോ? നമ്മൾ നേരത്തെ ഒരുപാട് രൂപത്തിൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ പറഞ്ഞു അല്ലേ. പല കോൺസ്റ്റന്റുകളും പറഞ്ഞു. അതിൽ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഉള്ള ഇന്റഗ്രൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ അഡീഷണൽ കണ്ടീഷൻ തരണം. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സിന് എന്ത് കൊടുക്കാം? എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എക്സിന് 0 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? നോക്കൂ, f0 = 3 ഇംപ്ലൈസ് 0⁻⁴ - 6 × 0 + c = 3 എന്ന് കിട്ടും. അപ്പോൾ c ആരായിട്ട് മാറും? 3 ആയിട്ട് മാറും. അപ്പോൾ c കണ്ടുപിടിക്കാനാണ് ഈ അഡീഷണൽ കണ്ടീഷൻ. അത് വെച്ച് എഫ് ഓഫ് എക്സ് ആരാണെന്ന് പറയാം? x⁴ - 6x + 3 ആണ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ അഡീഷണൽ കണ്ടീഷൻ തന്നാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് c കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 15ാമത്തെ ചോദ്യത്തിന് ആൻസറും ഇവിടെ പൂർണ്ണമാകുന്നു. നന്നായിട്ട് പഠിക്കണേ. എങ്കിൽ കുറച്ച് ഹോംവർക്ക് അല്ലേ, കുറച്ച് കൂടുതലുണ്ടോ? വളരെ പെട്ടെന്ന് ചെയ്യാം. ഇതൊക്കെ വെരി ഈസി അല്ലേ. ഇത് ഈസിയാണ്. ഇത് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് √x മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x⁴ എന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഡയറക്റ്റ് √x എഴുതാം. ബാക്കിയൊക്കെ x⁴ ആണെന്ന് വിചാരിക്കുക. ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് ഡിവൈഡ് ചെയ്യുക. ഇത് പ്രശ്നമില്ല. ഇത് √x ആണ്. √x x⁴ എന്ന് വിചാരിക്കുക. അപ്പോൾ x/√x ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പമാണ്. √x എഴുതിയാൽ മതി. √x ഇല്ലേ. അപ്പോൾ √x എഴുതുക. ഇവിടെ 4 × 1/√x. 1/√x തന്നെ നമുക്ക് ബൈഹാർട്ട് ആണല്ലോ, കുഴപ്പമില്ല. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മുകളിലേക്കും താഴേക്കും മാറ്റി എഴുതുക. അതായത് cos²x/sin² എന്ന് എഴുതുക. ഇത് എക്സ്പാൻഡ് ചെയ്യുക. tan²x + cot²x + 2 tan x cot x 1. 2 × tan x cot x തന്നെ 2 × 1. ഓക്കെ, tan²ഉം cot²x ഒക്കെ നമ്മൾ ചെയ്യാൻ പഠിച്ചല്ലോ. അപ്പോൾ അതും പ്രശ്നമില്ല. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ട അറിയോ? 1 - cos x കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1 - cos x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വെരി ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതേ ഫോമിലേക്ക് മാറും. ഓക്കെ, ഇവിടെ 1 - sin x കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇവരെ ഒരു ടേം അല്ലേ ഉള്ളൂ. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ കാണും. sin⁵x/sin² cos² x + cos⁵x/sin² cos² x സ്പ്ലിറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണ്. ഇത് വെരി ഈസി. അപ്പോൾ തന്നെ ആൻസർ പറയാം. എന്താ? √x ആന്റി ഡെറിവേറ്റീവ് പറഞ്ഞാൽ ഇന്റഗ്രലാണ്. √x ഇന്റഗ്രൽ എന്താ? 2/3x⁴/2 അല്ലേ. 1/√x or 2√x. അപ്പോൾ c ആണ് ഇതിന്റെ ആൻസർ. വളരെ പെട്ടെന്ന് ഈ ക്വസ്റ്റൻ മാത്രം എഴുതി ആൻസർ എഴുതിയാലും മതി. 15ാമത്തെ ക്വസ്റ്റന് ഇവിടെ c കണ്ടുപിടിക്കാണ്ട്, കണ്ടീഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ c കണ്ടുപിടിക്കാണ്ട്, അപ്പോൾ ഇവിടെ ആൻസർ കിട്ടുക a എന്നാണ് കിട്ടുക. വെരി ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇതിന്റെ ഇന്റഗ്രൽ ഇത് s⁴ + 1/s³ എന്ന് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. പിന്നെ ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആ എക്സിന് എന്ത് കൊടുക്കുക? 2 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് 0 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് -1/129/8 ആണ് ആൻസർ എന്ന് മനസ്സിലാവും. അതോടുകൂടി അതിന് ആൻസർ ഫിനിഷ് ചെയ്യും. എനിക്ക് എൻ്റെ പൊന്നു മക്കളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ഒറ്റ കാര്യം മാത്രം. 22 റിസൾട്ടുകൾ നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. അതിനുള്ളൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ? പലവട്ടം കേട്ടാൽ മതി. കേൾക്കാനുള്ള മാർഗ്ഗം എന്താ? നിങ്ങളുടെ സുന്ദരമായ ശബ്ദത്തിൽ എന്ത് ചെയ്യുക? ഒന്ന് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് എപ്പോഴും കേൾക്കുക. ആദ്യത്തെ തുടക്കത്തിലെ 2-3 ദിവസം തുടർച്ചയായിട്ട് കേൾക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. ശരിയാവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഇൻ്റഗ്രേഷൻ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.